കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 18, 9 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. 2 പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സഭയിൽ ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന ഒരു വിശുദ്ധയുണ്ട്, വിശുദ്ധ മെറ്റിൽഡ. അവരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ആർക്ക് വേണേലും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സാഹചര്യങ്ങൾക്കുപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ പറ്റും. ഇവരെ കല്യാണം കഴിച്ച ഒരു പ്രഭുവാണ് എന്ന് പറഞ്ഞാൽ രാജ്ഞിയായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും. നമ്മൾ കണ്ടിട്ടുള്ള രാജ്ഞിമാരുടെയൊക്കെ ഡ്രസ്സിങ് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ കണ്ടിട്ടുള്ള രാജ്ഞിമാരുടെ ജീവിത ശൈലി നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. മെറ്റിൽഡയുടെ ഡ്രസ്സ് ചാക്കൊടുത്ത്, അതുപോലെ തന്നെ ഒരുപാട് ഉപവാസവും അങ്ങനെയുള്ള പരിത്യാഗ പ്രവൃത്തികളുമൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ മെറ്റിൽഡ. വേണമെങ്കിൽ ആർക്ക് വേണേലും സ്വർഗം ലക്ഷ്യമാക്കി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സാഹചര്യങ്ങൾക്കുപരിയായിട്ട് എനിക്ക് സ്വർഗത്തിൽ പോകണം, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു സന്ദേശമാണ് നമുക്കിവിടെ ലഭിക്കുക. ഇന്നത്തെ ആദ്യ വായന, നമ്മൾ ഈ നോമ്പുകാലം നമ്മൾ അതിൻ്റെ നല്ലൊരു ഭാഗം പിന്നിട്ട് കഴിഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം കാണാൻ പറ്റും. ഇന്നത്തെ ആദ്യ വായനയുടെ വെളിച്ചത്തിൽ ഒരു 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കണം. ഒന്നാമത്തെ കാര്യം, മനസ്സ് വയ്ക്കുക. അറിയാം, പ്രഭാഷകൻ 15 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പന പാലിക്കാൻ പറ്റും. ഏത് കാര്യത്തിലാണേലും ആദ്യം വരേണ്ടത് നമ്മളൊരു മനസ്സ് വയ്ക്കുന്ന അവസ്ഥ. ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. മനസ്സ് വെക്കുക, തീരുമാനമെടുക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവത്തിലേക്ക് തിരിയണോ വേണ്ടയോ എൻ്റെ തീരുമാനമാണ്. നിത്യാദിവാനിയിൽ നമ്മൾ കണ്ടോ, അവർ പറഞ്ഞൊരു കാര്യം, നമുക്ക് കർത്താവിലേക്ക് തിരിയാം. നമ്മൾ കർത്താവിൽ നിന്നും അകന്നുപോയി, നമുക്ക് തെറ്റുപറ്റി, കർത്താവിലേക്ക് നമുക്ക് തിരിയാം എന്ന് പറഞ്ഞ് അതിന് തീരുമാനമെടുക്കുന്ന ദൈവജനത്തെ അവിടെ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ ശരിക്കും ദൈവത്തിൻ്റെ പക്കലേക്കുള്ള ഒരു മടക്കയാത്ര അത് നമ്മൾ നടത്തണം. റിട്ടേൺ ജേർണി. ഞാനിപ്പോൾ ഇവിടുന്ന് എറണാകുളം പോകാൻ വേണ്ടി ഏറ്റുമാനൂരി എന്നിട്ട് ഞാൻ കോട്ടയം റൂട്ടിൽ പോവുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? ഒരു 1 കിലോമീറ്റർ എന്നപ്പോഴേ തിരിച്ചറിയാണ്, അയ്യോ വേണേ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നതിൻ്റെ പേരിൽ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെട്ടിട്ട് പോയതായിരിക്കാം. 1 കിലോമീറ്റർ പോകുമ്പോഴേ തിരിച്ചു അറിയുവാണെങ്കിൽ നമുക്ക് 1 കിലോമീറ്റർ റിട്ടേൺ ചെയ്താൽ മതി, യു ടേൺ എടുത്താൽ മതി. അത് 10 കിലോമീറ്റർ പോയാൽ പിന്നെ 10 കിലോമീറ്റർ തിരിച്ചു വരണം. അതുകൊണ്ട് നമ്മൾ ഈ മാനസാന്തരത്തിൻ്റെ കാര്യം വെച്ച് നീട്ടരുത് എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. കർത്താവിലേക്ക് നമുക്ക് മടങ്ങാം. കർത്താവിൻ്റെ പക്കലേക്കുള്ള ആ ഒരു റിട്ടേൺ ജേർണി അത് നമുക്ക് നടത്താം എന്ന് ദൈവജനം പഠിപ്പിക്കുന്നത്, പറയുന്നത് ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ട ഒരു കാര്യമാണ്. മൂന്നാമതൊരു കാര്യം, എന്തിനാണ് നമ്മൾ ഈ തിരിച്ചു പോവുക? നമ്മൾ 2 കൊറിന്തോസ് 5-ാം അധ്യായം
അതിൻ്റെ 18-19 വചനങ്ങളൊക്കെ വായിച്ചാൽ വലിയൊരു സന്ദേശം അവിടെയുണ്ട്. നമുക്ക് ദൈവവുമായിട്ട് രമ്യതപ്പെടാം. യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, യേശു പ്രഘോഷിച്ച ഒരു സുവിശേഷം രമ്യതയുടെ സുവിശേഷമാണ്. പിതാവുമായി ദൈവജനത്തെ രമ്യതപ്പെടുത്താൻ വേണ്ടി വന്നവനാണ് യേശു ക്രിസ്തു. രമ്യതയുടെ സുവിശേഷം. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോയിട്ട് ദൈവവുമായിട്ട് രമ്യതപ്പെടണം. രമ്യതപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു കൂദാശയാണ് കുമ്പസാരം എന്ന കൂദാശ. അതിലൂടെ നമ്മുടെ ജീവിതം പുനരാരംഭിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇതിനൊക്കെ സാധ്യത നമ്മുടെ മുമ്പിൽ ഇല്ലാഞ്ഞിട്ടാണോ? നമ്മൾ തീരുമാനമെടുത്ത് തിരിച്ച് യാത്ര ചെയ്ത് കർത്താവുമായിട്ട് രമ്യതപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടതുപോലും തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. യെശയ്യാ 1-ാം അധ്യായം 18 മുതൽ വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, വരിക നമുക്ക് രമ്യതപ്പെടാം. രമ്യതപ്പെടാം. നിങ്ങളുടെ പാപം കടുംചമപ്പാണെങ്കിലും ഞാനത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കാം. ഇനി അതിന് ഈ പറഞ്ഞ 3 സ്റ്റെപ്സ് നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കാണ് മനസ്സുറപ്പിച്ച് തീരുമാനമെടുത്ത് കർത്താവിൻ്റെ പക്കലേക്ക് തിരികെ യാത്ര ചെയ്ത് രമ്യതപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള സൽഫലങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. 4-ാമത്തെ കാര്യമാണ്, രമ്യതപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്ന് നിലനിൽക്കാനുള്ളൊരു പരിശ്രമം നടത്തണം. നമുക്ക് പറ്റും, നമ്മൾ കുംസാരം കഴിഞ്ഞാലും പിറ്റേ ദിവസം പിന്നെയും പഴയ പാപജീവിതം തുടങ്ങും. അങ്ങനെ തുടങ്ങേണ്ടതല്ല, നിലനിൽക്കണം. നമ്മൾ വീണെങ്കിൽ എഴുന്നേൽക്കണം. എഴുന്നേറ്റ വഴി വീഴാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. 1 കൊരിന്തോസ് 10-ാം അധ്യായം 12-ാമത്തെ വചനത്തിൻ്റെ സന്ദേശം അതാണ്, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവർ വീഴാതിരിക്കട്ടെ. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊന്ന് ചിന്തിച്ചാൽ മതി. ദൈവാശ്രയത്വം അല്പം കുറഞ്ഞാൽ മതി, വീണ്ടും നമ്മൾ പഴയ പാപജീവിതത്തിലേക്ക് വീണു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ 4 സ്റ്റെപ്സ് നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ നോമ്പ് കാലത്തിൻ്റേതായിട്ടുള്ള സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ പറ്റും. ഒരാത്മീയ വളർച്ച അതിലൂടെ പ്രാപിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. സുവിശേഷഭാഗത്ത് നമ്മൾ കണ്ടു, നമ്മളൊക്കെ പലപ്പോഴും ആരുടെ കൂടെ നിൽക്കും എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. ഫരിസേനും അതുപോലെ തന്നെ പാപിയായ മനുഷ്യനും. ഫരിസേൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അവർ ചെയ്താ. ഫരിസേര് അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അവൻ്റെ പ്രാർത്ഥന എത്ര നേരം, ഒരു ദിവസം ഉപവാസം എത്ര നേരം, ഒരാഴ്ച കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്നത്, സകല കാര്യങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം വിവരിച്ച് പറയുകയും ചെയ്തു. പക്ഷെ അവന് ദൈവത്തോട് സംസാരിക്കുന്നതിനേക്കാൾ അവനെക്കുറിച്ചാണ് അവൻ സംസാരിച്ചത്. ഇത് പലർക്കും ഈ പ്രാർത്ഥനയിലാണേലും നമ്മൾ ശരിക്കും പറഞ്ഞെന്നാൽ ഹൃദയം കൊണ്ട് ദൈവത്തിൻ്റെ ആ ഒരു ഹൃദയത്തോട് സംസാരിക്കുന്ന ആ ഒരവസ്ഥ വരുന്നുണ്ടോ? അവിടെ പിന്നെ എൻ്റെ കാര്യം, ഞാൻ ചെയ്ത കാര്യങ്ങൾ, അതിനൊന്നും പ്രസക്തിയില്ല. ദൈവവുമായിട്ടുള്ളൊരു ബന്ധപ്പെടലാണ്, ദൈവവുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം, അതാണ് ശരിക്കുള്ള പ്രാർത്ഥന. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാനിരുന്നാലും ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതൊരു ബന്ധമായിട്ട് മാറാതെ പോകുന്നത്. ഇനി പാപിയായ മനുഷ്യൻ, ഫരിസേനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ മോശക്കാരനാണ്. ഒരുപാട് പാപങ്ങൾ ചെയ്ത ഒരു വ്യക്തി. അവനാകപ്പാടെ അവൻ പറഞ്ഞ്, എനിക്ക് കർത്താവിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പോലുള്ള യോഗ്യതയൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി മാറി നിന്നേക്കാം. എന്നിട്ട് അവൻ കർത്താവിനോട് പറഞ്ഞൊരു കാര്യം, ഞാൻ പാപിയാണ്, എന്നോട് കരുണയായിരിക്കണമേ. ഈ ഒരു മനോഭാവമുണ്ടെങ്കിൽ കുമ്പസാരത്തിലാണെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ചു പറയേണ്ട കാര്യമുണ്ടോ? ചിലർ കുമ്പസാരിക്കാൻ പോകുമ്പോഴാണേലും ചുമ്മാ കാട് കയറി അതും ഇതും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ ആവശ്യം വരത്തില്ല. അനുതാപം, അതാണ് നമുക്ക് വേണ്ടത്. അനുതാപമുണ്ടെങ്കിൽ ആ കുമ്പസാരത്തിലൂടെ ദൈവവുമായിട്ട് രമ്യതപ്പെടാൻ പറ്റും. പിന്നെ നമ്മൾ പുറകോട്ട് നോക്കേണ്ട ഒരു കാര്യമേ വരത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ മുന്നേറുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകുന്നത് കാണാൻ പറ്റും. നമുക്ക് ദൈവവുമായിട്ട് രമ്യതപ്പെടാൻ ആഗ്രഹിക്കാം. അതിനെന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്യാനുള്ള ഒരു തീരുമാനം നമ്മുടെ ഭാഗത്തു നിന്ന് വരണം. മാത്രമല്ല, ദൈവവുമായിട്ട് രമ്യതപ്പെടുന്നവരുടെ കടമയാണ് മറ്റുള്ളവരുമായിട്ട് രമ്യതപ്പെടുക, മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുക, അവരോട് കരുണ കാണിക്കുക എന്നുള്ളത്. മത്തായി 18:33-35 വചനങ്ങൾ ആ ഒരു കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുക. ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതല്ലേ, എന്തുകൊണ്ട് നീ നിൻ്റെ സഹോദരങ്ങളോട് കരുണ കാണിച്ചില്ല? ഞാൻ നിന്നോട് ക്ഷമിച്ചില്ലേ, എന്തുകൊണ്ട് ഹൃദയപൂർവ്വം നീ ക്ഷമിക്കാതിരിക്കുന്നു?
ദൈവം കുറ്റപ്പെടുത്തിയ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ നമ്മുടെ നേരെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോകണം. യേശു പത്രോസിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റാൻ ഉദ്യമിക്കുന്നത് പോലെ പാറ്റാൻ ഉദ്യമിക്കുന്നത് ഞാൻ കണ്ടു. ലൂക്ക 22:31 മുതൽ വായിച്ചാൽ അത് കാണാൻ പറ്റും. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നീ ധൈര്യമായിട്ടിരിക്കുക. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, നീ പോയിട്ട് നിൻ്റെ സഹോദരങ്ങളെ ധൈര്യപ്പെടുത്തണം. നീ ധൈര്യമായിട്ടിരിക്കുക, നിൻ്റെ സഹോദരങ്ങളെ ധൈര്യപ്പെടുത്തുക. നീ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുക, നിൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കുക. നീ ദൈവത്തിൻ്റെ കാരുണ്യം പ്രാപിക്കുക, നിൻ്റെ സഹോദരങ്ങളോട് കരുണ കാണിക്കുക. ഈ വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.